അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഇന്നത്തെ നമ്മളെ വീഡിയോ ANT Esports ICE C612V2 വേർഷൻ 2 എന്ന് പറയുന്ന ഒരു കൂളിംഗ് സിസ്റ്റം നമ്മളെ ഈ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ മെഷീൻ കണ്ടാൽ അറിയാം, നമുക്കൊരു RGB റാമും ARGB റാമും ഒരു ARGB സ്ട്രിപ്പും മാത്രമാണുള്ളത്. നമ്മളിത് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മളെ നോർമലി നമ്മളെ ഡീഫോൾട്ട് കൂളിംഗ് ഫാനിനെ കാട്ടി ഭയങ്കര ബെറ്ററാണ്. അത്യാവശ്യം കിടിലൊരു പ്രൊസസ്സർ കൂൾ ചെയ്യും. എന്നാൽ അതിനെക്കാട്ടി കിടിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ARGB ലൈറ്റാണ്. അതായത് നമ്മളിത് ഫുള്ള് നമ്മളെ മദർ ബോർഡിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ ARGB ആയതുകൊണ്ട് ഇതെല്ലാം സിങ്ക് ചെയ്ത് ഒരൊറ്റ മോഡിൽ, അതായത് ഇപ്പോൾ ഈ ഇട്ടേക്കണ മോഡ് ഇതേപോലെയാണെങ്കിൽ ഈ ലൈറ്റ് ഈ സിസ്റ്റം തന്നെ എല്ലാം ഒരേ പാറ്റേണിൽ നമുക്ക് കത്തും എന്നുള്ളതാണ്. അപ്പം ലുക്സാണ് എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ ഇത് ഭയങ്കര ലുക്കായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യാൻ വലിയ പാടുള്ള കേസൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം ടെക്നിക്കൽ നോളജുള്ള എല്ലാവർക്കും ഒരു യൂട്യൂബ് വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഈസിയായി ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും കണ്ടാൽ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കാണാം. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 1289 കേട്ടോ. ആമസോണിൽ ഇപ്പം ഓഫർ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ വാങ്ങിച്ചത് 1259. ആ പ്രൈസിനാണ് നമ്മളിത് വാങ്ങിച്ചത്. ആ പ്രൈസിന് എനിക്ക് ഇതുകൊണ്ട് വെർത്താണെന്ന് തോന്നി. നമുക്ക് എന്തായാലും ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലുക്സ് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ഇൻസ്റ്റാളേഷൻ വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന നമ്മളെ PC, ഇതിനകത്ത് വേണം നമുക്ക് ഈ കൂളിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഒരിക്കൽ ബിൽഡ് ചെയ്ത PC ആയതുകൊണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ സൈഡ് ഗ്ലാസ്, സൈഡ് പാനൽ എല്ലാം അഴിച്ചതിന് ശേഷം ഈ ബോർഡ് ഇതിനകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ മെയിൻ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ബാക്കിൽ ഒരു ബ്രാക്കറ്റ് മൗണ്ട് ചെയ്യണം നമുക്ക് ഈ ബോർഡിൻ്റെ അടിയിലായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ, ആ ബ്രാക്കറ്റ് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ കൂളിംഗ് സിസ്റ്റം ഇതിൻ്റെ മുകളിലോട്ട് മൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ബോർഡിനകത്ത് സെപ്പറേറ്റ് ചെയ്യാം. ബോർഡ് സെപ്പറേറ്റ് ചെയ്തിട്ട് വേറെ ഒന്നുമില്ല, നമ്മളതിനകത്ത് റാം, നമ്മളെ GPU, പ്രൊസസ്സർ, ഫാന്, പിന്നെ അതിനകത്തുള്ള സാറ്റ കേബിൾ, പവർ കേബിൾ, ഇതിൻ്റെ USB 3.0 കേബിൾ, അങ്ങനെയുള്ള സർവ്വമാന കേബിളും അഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഘട്ടം. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊസസ്സറിൻ്റെ കൂടെ വരുന്ന സ്റ്റോക്ക് കൂളർ. ഈ കൂളറെ അത്യാവശ്യം നല്ല കിടിലൻ കൂളറാണ്. പക്ഷേ നമ്മൾ വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഓൾറെഡി ലുക്സിന് വേണ്ടിയിട്ട് നമ്മളെ ഫസ്റ്റ് പ്രിഫറൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അപ്ഗ്രേഡ് നമ്മളിപ്പോൾ ചെയ്യണത്. അപ്പോൾ ഇത് ചെയ്യേണ്ട കൂട്ടത്തിൽ നമ്മൾ ഈ തെർമൽ പേസ്റ്റിനോട് ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കുക. കാരണം കൈ തട്ടി അങ്ങോട്ടും വേറെ കമ്പോണൻസിലോട്ടൊന്നും ഈ തെർമൽ പേസ്റ്റ് ആവേണ്ട എന്നുള്ളതുകൊണ്ട് ആദ്യമേ തന്നെ അതൊരു ടിഷ്യോ ബാക്കി കാര്യങ്ങളോ വെച്ച് ഫുള്ള് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യണം. അപ്പോൾ പിന്നെ നമുക്ക് ആ തെർമൽ പേസ്റ്റ് വേറെ എവിടെയെങ്കിലും ആവും എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യം അങ്ങനത്തെ സീനൊന്നുമില്ല. അപ്പോൾ അത് ഫുള്ള് ക്ലീൻ ചെയ്യണം. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ബോക്സിനകത്ത് എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടില്ല. ഈ ബോക്സിനകത്ത് ഇത്രയും സാധനങ്ങളാണ് പറഞ്ഞത് കേട്ടോ. അതിനകത്തൊരു ഫാനുണ്ട്. ആക്ച്വലി ഞാൻ വിചാരിച്ചതിനെക്കാട്ടി കുറച്ച് ഭയങ്കര വലിയ സൈസാണ് കേട്ടോ. ഞാൻ ഇത്രയും സൈസ് പ്രതീക്ഷിച്ചില്ല. കുറച്ച് ചെറുതായിരിക്കും എന്ന് വിചാരിച്ചത്, പക്ഷേ അത്യാവശ്യം വലിയൊരു സൈസാണ് കേട്ടോ ഈ ഫാനും. പിന്നെ അതിനകത്ത് ഈ ഒരു കൂളിംഗ് സിസ്റ്റം പറഞ്ഞുകൊണ്ട്, ഇതാണ് ഇതിൻ്റെ എയർ കൂളിങ്ങിൻ്റെ മെയിൻ സാധനം. അതിൻ്റെ ഈ കാണുന്ന അതിൻ്റെ ഫിന്ന് ആക്ച്വലി നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ സൈഡ് ഫിന്നൊക്കെ കുറച്ച് ചപ്പിച്ചടങ്ങിയ കിരിവുണ്ട്, പക്ഷേ അതൊരു കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ഒരു 6 കോപ്പർ പൈപ്പും കാണാം. പിന്നെ ഒരു പേപ്പർ പ്ലാസ്റ്റിക് കവറാണ്. നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ഇളകി കളഞ്ഞിട്ട് വേണം ഫിക്സ് ചെയ്യാനായിട്ട്. ഈ കാണിച്ചാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സൈഡൊക്കെ കുറച്ച് ചണങ്ങിയ കിരിവുണ്ട്, പക്ഷേ അത് വലിയ സീനില്ല, കുഴപ്പമില്ല. നമ്മളെ കൂളിങ്ങിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുകയൊന്നുമില്ല, ഒട്ടും ബാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതിനകത്ത് ഈ 2 ക്ലാമ്പ് പറഞ്ഞുണ്ട്. ഈ 2 ക്ലാമ്പ് നമ്മളെ ഫാന് പിടിച്ച് ഈ ഫിന്നിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലാമ്പാണ്. പിന്നെ അതിനകത്തൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കൊടുത്തിട്ടുണ്ട്, ഒരു യൂസർ ഇൻസ്ട്രക്ഷൻ. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഒരു സൈഡിൽ ഇൻ്റലിൻ്റെ, ഒരു സൈഡിൽ AMD ആയിട്ട് 2 രീതിയിലുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാക്കറ്റ്, ആ ബ്ലാക്ക് വലിയും കാണുന്നത്. പിന്നെ അതിനകത്ത് ഒരു 4 ക്ലാമ്പും കൊടുത്തിട്ടുണ്ട്. അത് AMD ആണെങ്കിലും ഇൻ്റലിൻ്റെ ആണെങ്കിലും സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമുക്കിപ്പം ഇൻ്റലിൻ്റെ ആയതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഒരു C ടൈപ്പ് ക്ലാമ്പുണ്ട്, അതാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഈ മുകളിൽ എയർ കൂളിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രാക്കറ്റ്. ഇതിൻ്റെ ബാക്കായിട്ട് നമ്മൾ നോക്കിയാൽ കാണാം, അതിനകത്ത് ഒരു നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ നമ്പേഴ്സ് വേറെ ഒന്നുമല്ല, നമ്മളെ ബോർഡിൻ്റെ നമ്പറാണ്. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ബോർഡെന്ന് പറഞ്ഞാൽ LG 1700 എന്ന് പറഞ്ഞ ബോർഡാണ്. ഈ ബോർഡിൻ്റെ സോക്കറ്റിനനുസരിച്ച് അതിനകത്ത് നമ്മൾ ഈ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹോളിനനുസരിച്ച് ആ ക്ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ആ കറക്റ്റ് LG 1700 ആ ക്ലിപ്പ് വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് സെറ്റായി. അതിനുശേഷം നമ്മൾ ഈ C ടൈപ്പ് ക്ലാമ്പുണ്ട്. ആ ക്ലാമ്പ് നമ്മൾ ഈ എയർ കൂളിംഗ് സിസ്റ്റത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് സ്ക്രൂ ചെയ്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാണുമ്പോൾ പോലെയാണ് അത് ഫിക്സ് ചെയ്യേണ്ടത്. ഈ ക്ലാമ്പ് മുകളിൽ വരണം, സ്ക്രൂ താഴെ വേണം ഫിക്സ് ചെയ്യേണ്ടത്. തിരിഞ്ഞു പോകരുത്. ചിലർക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് ലൂസ് ആയിരിക്കും കേട്ടോ. ഒരിക്കലും പ്രൊസസ്സറായിട്ട് ടൈറ്റ് ആവില്ല. പിന്നെ പ്രൊസസ്സറൊക്കെ ഹീറ്റായി പറക്കും എന്നുള്ളതുകൊണ്ട് അത് ഇതേപോലെ വേണം ചെയ്യാൻ. കറക്റ്റ് നിങ്ങൾ ആ മാനുവൽ നോക്കിയത്, മാനുവൽ നോക്കുമ്പോൾ
അടിപൊളിയായിട്ട് മനസ്സിലാവും. ഇത് മാത്രമല്ല, നിങ്ങൾ വേറെ മോഡലാണ് വാങ്ങിക്കണമെങ്കിൽ അതിനകത്ത് അത്യാവശ്യം ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. 1-2 യൂട്യൂബ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ആ പാക്കേജിൽ തന്നെ അവരൊരു തെർമൽ പേസ്റ്റും കൂടെ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അത് പൊട്ടിച്ച് നോക്കി നമ്മളായിരിക്കുന്ന തെർമൽ പേസ്റ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോഴേ പറഞ്ഞു, ഞാൻ പ്രൊഫഷണൽ ഒന്നും അല്ല, ഈ തെർമൽ പേസ്റ്റ് ഒന്നും കറക്റ്റാണ് നമ്മൾ ഈ വേറെ ടീമുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ കഴിഞ്ഞ ഒരു 10-12 വർഷം ഒരു എൻ്റെ ആവശ്യമുള്ള പി സിയിൽ ഞാനാണ് ബിൽഡ് ചെയ്യുന്നത്, ഞാനാണ് ചെയ്യണത്, പേഴ്സണൽ ആവശ്യത്തിന് മാത്രം. അപ്പോൾ ഞാൻ ഈ രീതിയിലൊക്കെയാണ് ഞാൻ തെർമൽ പേസ്റ്റ് ചെയ്യണത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഒരു അത്യാവശ്യം കോമൺ സെൻസ് ചെയ്താൽ മതി. തീരെ കുറഞ്ഞവനും പാടില്ല, എന്നാൽ ഒരുപാട് കൂടാനും പാടില്ല. മൊത്തത്തിൽ ഒരു പ്രൊസസ്സർ മൊത്തം നമുക്ക് അപ്ലൈ ആവണം, എങ്കിലേ ഹീറ്റ് ഭയങ്കര ഡെസിപ്പേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. ബാക്കിയൊക്കെ നിങ്ങളെ കലാവിരുദ്ധ പോലെ ഇരിക്കും. ഞാൻ അതാ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വെക്കും, ഇത്രയൊക്കെ ഉള്ള പരിപാടി എന്ന രീതിയിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രാക്കറ്റ് ഇപ്പോൾ കറക്റ്റ് ഫിക്സ് ആയിട്ടുണ്ട്. നമ്മളെ ബോർഡിൻ്റെ നമ്പർ അനുസരിച്ച് ക്ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത നമ്മളെ ഈ കൂളിംഗ് സിസ്റ്റം ഇതിൻ്റെ മോഡിലോട്ട് വയ്ക്കാം. മോഡിലോട്ട് വെച്ച് ഈ കൂളിംഗ് സിസ്റ്റത്തിനകത്ത് ഈ 4 സ്ക്രൂ ഉണ്ട് കേട്ടോ. ആ 4 സ്ക്രൂ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇതിനകത്ത് വയ്ക്കുക. വെച്ചതിന് ശേഷം 4 സ്ക്രൂവും ടൈറ്റ് ചെയ്യുക. ഫസ്റ്റ് ഡയഗണലി ടൈറ്റ് ചെയ്യാം. ഡയഗണലി ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് അത് പ്രസ്സായിരിക്കും. മറ്റേ ഒരു സൈഡിൽ 2 സ്ക്രൂ ഒരുമിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് പാടായിരിക്കും. പിന്നെ അപ്പുറ സൈഡിൽ അതിൻ്റെ ടെൻഷൻ കൂടും, അതിനുള്ള പ്രഷർ കൂടും. അതിനേക്കാൾ ഡയഗണലി ആകുമ്പോൾ ഈക്വലായിട്ട് അങ്ങ് വയ്ക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 4 സ്ക്രൂവും നമ്മൾ ഫിക്സ് കഴിഞ്ഞ് അത്യാവശ്യം നല്ല ബലത്തിരിപ്പുണ്ട് കേട്ടോ. നല്ല സ്ട്രോങ് ആയി അടിപൊളിയായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ക്യാബിനകത്തോട്ട് ഫിക്സ് ചെയ്യുമ്പോഴും ഞാൻ നോർമലി ഫസ്റ്റ് 2 സ്ക്രൂ മാത്രമേ ടൈറ്റ് ചെയ്യാറുള്ളൂ. ലൈറ്റായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കും. ഡയഗണലിലുള്ള 2 മാത്രം ടൈറ്റ് ചെയ്യും. കാരണം വേറെ ഒന്നുമല്ല, എന്തെങ്കിലും ആവശ്യത്തിനുണ്ട് നമുക്ക് വീണ്ടും എടുക്കേണ്ടി വന്നാൽ ഈ 5-6 സ്ക്രൂ വീണ്ടും അഴിക്കണ്ടല്ലോ എന്നോർത്ത്. അപ്പോൾ അത്രയും ഈ 2 സ്ക്രൂ ടൈറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ അഴിച്ച കേബിൾസ് എല്ലാം നമ്മളിതിനകത്ത് ഫിക്സ് ചെയ്യണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ അറിഞ്ഞുകൂടാ, നിങ്ങൾ ഒരു പ്രൊഫഷണൽ അല്ല, അല്ലെങ്കിൽ എന്നെപ്പോലെ നോർമലി നമുക്ക് അത്യാവശ്യം ടെക്നിക്കൽ നോളജ് ചെയ്യണതാണ് എന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ എടുക്കുന്നതിന് മുന്നേ ഒരു ഫോൺ എടുത്ത് വെച്ച് 1-2-3 ഫോട്ടോ ഈ വയറിൻ്റെ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് അറിയാൻ പറ്റും. എങ്ങനെയാണ് ഇതിൻ്റെ സീറ്റിംഗ്, ഇത് എങ്ങനെയാണ് തിരിച്ച് വെക്കേണ്ടതെന്ന് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഇതിലെ മെയിൻ കൺഫ്യൂഷൻ പറഞ്ഞ സാധനമാണ് നമ്മൾ ഈ പവർ ബട്ടൺ, റീസെറ്റ് ബട്ടൺ, ഹാർഡ് ഡിസ്ക് LED ഇതിൻ്റെയൊക്കെ കണക്ഷനാണ്. ആ കണക്ടർ അതൊരുമാതിരി ഒരു വൃത്തികെട്ട രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പെട്ടെന്ന് ഓരോ ബോർഡിനനുസരിച്ച് അത് മാറി ഇരിക്കും എന്നുള്ളത്. അത് ആദ്യമേ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് മാറിപ്പോകില്ല. വെറുതെ അതിന് വേണ്ടി കിടന്ന് ഓടണ്ട, പെട്ടെന്ന് ആ പരിപാടി ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മളെ കേബിളെല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കൊരു 3-4 സ്ക്രൂവും കൂടെ ഉണ്ട്. ഈ 4 സ്ക്രൂവും കൂടെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫാന്. ഈ ഫാനിനകത്ത് 2 വയറുണ്ട്. ഒന്ന് നമ്മളെ പവർ, പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ARGB ലൈറ്റിൻ്റെ വയറാണ്. ആക്ച്വലി ഇത് രണ്ടും ആ ക്ലിപ്പിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇത് തിരിച്ച് വെക്കണം. തിരിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ലൂസായതുകൊണ്ട് തിരിച്ച് ഫാനൊക്കെ നല്ല സ്പീഡിൽ കറങ്ങാൻ നേരത്ത് അതിൻ്റെ ഇടയിലോട്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പം നമുക്കത് 2 ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ടിലാണ് ഈ ഫാൻ വെക്കാൻ പോണത്. ഈ ഫ്രണ്ടിലും വെക്കാം, ബാക്കിലും വെക്കാം. പിന്നെ അതിനകത്തുള്ള നിങ്ങൾക്ക് ഇപ്പോൾ ഇതാ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാം, അതിനകത്തൊരു കട്ട് വരണം. ആ കട്ടിനകത്താണ് നമ്മൾ ഈ ക്ലാമ്പ് ഈ ഫാനിൽ ഫിക്സ് ചെയ്തതിന് ശേഷം തിരിച്ച് വലിച്ച് അതിനകത്ത് ഇടുന്നത്. അപ്പോൾ ഈ 2 ക്ലാമ്പ് ഇതേപോലെ വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് അതിൻ്റെ അടുത്തോട്ട് വെച്ചതിന് ശേഷം അതിൽ കറക്റ്റ് അലൈൻ ചെയ്ത് വെച്ചിട്ട് ആ ക്ലാമ്പ് 2 വെറുതെ ഒന്ന് വലിയ ബലമൊന്നും കൊടുക്കണ്ട, പതുക്കെ ഒന്ന് തള്ളിയിടുമ്പോഴത്തേക്കും കറക്റ്റ് ആ കട്ടിനകത്തോട്ട് അത് കയറി ലോക്കായിരിക്കും. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പണിയെല്ലാം തീർന്നു, ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 കണക്ടർ നമ്മൾ കണക്ട് ചെയ്താൽ മതി. പവറും ഈ കാണുന്ന ARGB കണക്ടറും കൂടെ നമ്മൾ കണക്ട് ചെയ്താൽ മതി. CPU ഫാൻ കണക്ട് ചെയ്യുന്ന നേരത്ത് നോക്കണം. CPU ഫാൻ നമ്മളെ ബോർഡിനകത്ത് ഫാനിൻ്റെ സെയിം സോക്കറ്റ് പറഞ്ഞാൽ 4 പിൻ സോക്കറ്റ് പറഞ്ഞാൽ ഒരു 3-4 ഫാനിൻ്റെ കണക്ടർ കാണാം. നമ്മൾ വേറെ ഏതെങ്കിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫാന് കറങ്ങും, സിസ്റ്റം ഓണാവും, പക്ഷേ എറർ കാണിക്കും. കാരണം CPU ഫാൻ കണക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ബോർഡിൽ CPU 1 എന്നുള്ളെങ്കിൽ CPU ഫാൻ എന്നുള്ളത് തന്നെ നമ്മൾ ഈ ഫാനിൻ്റെ പിന്നെ കണക്ട് ചെയ്യണം. പിന്നെ നമുക്കിനി ഈ ARGB കണക്ടറും കൂടെ കണക്ട് ചെയ്യാം. അതെ, നമുക്കൊരു ചെറിയ പണിയുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മളെ ബോർഡിനകത്ത് വരണത് 4 പിന്നായിട്ടുള്ള ARGB കണക്ടറാണ്. നമ്മളെ ഈ പ്രൊസസ്സർ ഫാനിൻ്റെ, നമ്മളെ ഈ കൂളിംഗ് സിസ്റ്റത്തിനകത്തുള്ള ഫാനിൻ്റെ
ARGB പിന്നെന്ന് പറഞ്ഞാൽ 3 പിന്നാണ്, 3 പിന്നാണ്. അപ്പം വേറൊന്നുമില്ല, ഇത് ഇതിനകത്ത് വയ്ക്കാൻ പറ്റില്ല. ലൈറ്റ് കത്തൊക്കെ ചെയ്യും. ലൈറ്റ് RGB റെഡ് ഗ്രീന് ബ്ലൂ എന്ന രീതിയിൽ ഡീഫോൾട്ടായിട്ട് അതിനകത്തൊരു മോഡുണ്ട്. ആ മോഡിൽ അല്ലെങ്കിൽ തോന്നിയ വാസം പോലെ അതിനകത്ത് കത്തും. അപ്പോൾ ഈ കാണുന്നതാണ് ഈ 3 പിന്നാണ് നമ്മൾ ഇരിക്കുന്ന സോക്കറ്റുള്ളത്. പക്ഷേ നമ്മൾ ബോർഡിൽ 4 പിന്നാണുള്ളത്. അപ്പോൾ അത് നമുക്ക് ഒരു അബദ്ധമാണ്. ആക്ച്വലി നമ്മൾ വലിയൊരു ശ്രദ്ധിച്ചില്ല, അതാണ് വിട്ടുപോയി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനി അഡീഷണൽ ഡിവൈസും കൂടെ ആഡ് ചെയ്യണം. അത് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാം. എനിക്ക് ഒരു അറൗണ്ട് ഒരു 500-600 ആ റേഞ്ചാവും. ഒരു എന്താ പറയുക, അതൊരു സാറ്റ പവർ ചെയ്യണ ഒരു ARGBയുടെ കണക്ടറാണ്. അതായത് 3 പിൻ ടു 4 പിൻ കണക്ട് ചെയ്യാനാണ്. ഇത് നമുക്ക് ഒരെണ്ണം മാത്രമല്ല, അതിനകത്ത് ഒരു അഡീഷണൽ ഒരു 10, എനിക്കൊരു 8, 10, 6, 8, 10 അത്രയും ഫാൻ വരെ നമുക്ക് അഡീഷണൽ കണക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ARGB 4 പിൻ ടു 3 പിൻ കൺവേർട്ടർ ആയിട്ടുള്ള ഒരു ബോർഡാണ്. അതൊരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 3-4 ARGB ഫാനും കൂടെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സിങ്കായിട്ട് ലൈറ്റ് എത്തും. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷനിൽ നമുക്ക് സിങ്കായിട്ട് ലൈറ്റ് എത്തൂല. ഇതിന് തോന്നിയതുപോലെ അതിനകത്തൊരു മോഡുണ്ട്, അത് തോന്നിയില്ല. റെഡ് ഗ്രീന് ബ്ലൂ ഇത് മിക്സ് ചെയ്ത് മഴവിൽ നിറത്തിലേക്ക് കത്തും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാൻ കേട്ടോ. അത് ഒരു ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്തേക്കാം ആ പ്രോഡക്റ്റ് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളെ ഫുൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് ഓണായി വരപ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബൈക്ക് ഉണ്ട് കേട്ടോ, ആ ബൈക്കും കൂടെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു രസത്തിന് വീട്, ഒരു വഴിക്ക് പോകണമല്ലേ എന്നുള്ളതുകൊണ്ട് ഒരു ഭംഗിക്ക്. ഓക്കെ, അപ്പം ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി അത്യാവശ്യം നല്ല ലുക്കുണ്ട്. പിന്നെ ഈ ആകുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RGB കറക്റ്റ് സിങ്ക് ആവണല്ലോ നമ്മളെ ബോർഡ് വെച്ച്, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി അത്യാവശ്യം ഒരു നിറമുണ്ട്, കുറച്ച് നിറഞ്ഞ് ഒരു നേരത്തെ കാട്ടി നല്ല ലുക്കുണ്ട് കാണാൻ. അപ്പം നേരത്തെ ഈ RGB നമ്മളെ ഈ റാമിൻ്റെ ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടെ നല്ല ബൾക്കിയായി, സൈസായി, കുറച്ചും കൂടെ നല്ല സിസ്റ്റമായി, കുറച്ചും കൂടെ ഭംഗി വെച്ച് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ നിങ്ങൾക്ക് ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് ഫ്യൂച്ചർ അപ്ഗ്രേഡ്, അതായത് നമ്മൾ ഓഡിയോ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി എന്തെങ്കിലും അപ്ഗ്രേഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതിനനുസരിച്ച് എനിക്കും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ AND eSportsൻ്റെ കൂളർ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഈ RGB ലൈറ്റിൻ്റെ ഒരു കുഴപ്പം മാത്രം നമുക്കൊന്നും, അതായത് ഈ ARGB പിന്നെ നമ്മൾ ഫാനിലുള്ളത് 3 പിന്നും നമ്മുടെ ബോർഡിലുള്ള 4 പിന്നുമാണ്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അതിന് നമുക്ക് ഇനി ഒരു കൺവെർട്ടർ വാങ്ങിക്കണം. അത് സാറ്റ ടു ഈ ARGB കൺവെർട്ടർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ടൈപ്പ് കേബിൾ പറഞ്ഞ ടൈപ്പ് സാധനമുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ വാങ്ങിച്ചതിന് ശേഷം കണക്ട് ചെയ്യും. ഫ്യൂച്ചറിൽ 1-2 ഫാൻ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും കൂടെ അതും കൂടെ കണ്ടിട്ടുള്ള രീതിയിലുള്ള നമുക്കൊരു കണക്ടറാണ് നമ്മൾ വാങ്ങിക്കുന്നത്. വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ആ 2-3 ഫാനും കൂടെ അഡീഷണൽ ആഡ് ചെയ്യും. അപ്പോൾ അതുവരെ നിലവിൽ നമ്മളെ ലൈറ്റ് ഇങ്ങനെ കത്തുള്ളൂ. അതായത് നമ്മളെ ബോർഡിലെ ഈ റാമും ഈ ഇതുമായിട്ട് ഉള്ള ലൈറ്റ് ആയിട്ട് സിങ്ക് ആവില്ല. ഇത് ഇൻഡിവിജ്വലി അതിനകത്തുള്ള കളർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് കാണുകയുള്ളൂ. അപ്പോൾ ആ ഒരു കുറവാണ് ഉള്ളത്. എന്തായാലും സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ARGB പിന്നും കൂടെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് പറയുക, നമ്മളെ കൂളറിൻ്റെ ഇൻസ്റ്റലേഷൻ ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇടാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്ക് അതിനനുസരിച്ച് വേറെ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചെയ്യാം, വേറെ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബൈ.